അന്യായമാണ് മോദി കേരളത്തോട് കാട്ടുന്നതെന്നാണ് സുപ്രീം കോടതി പറയാതെ പറഞ്ഞു വെച്ചത്. കേരളത്തിന് അർഹമായ വായ്പ നിഷേധിച്ച കേന്ദ്ര നടപടിക്കെതിരെ കേരളം തന്നെ നിയമ പോരാട്ടം നടത്തിയതിനൊടുവിൽ സുപ്രീം കോടതിക്ക് തന്നെ മനസ്സിലാവുകയായിരുന്നു കേന്ദ്രം കേരളത്തോട് കാട്ടുന്ന അവഗണനയും വല്ലാത്ത ദേഷ്യവും മനോഭാവവും. മോദി സർക്കാർ അധികാരത്തിലേറിയ അന്നു മുതൽ തന്നെ കേരളത്തോട് വച്ചു പുലർത്തുന്ന ഒരു മനോഭാവമുണ്ട്. അത് കേരളം രാജ്യത്ത് തന്നെ മോദിയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ, മോദിയുടെ മതനിരപേക്ഷ വിരുദ്ധ നിലപാടുകൾക്കെതിരെ എല്ലാ തരത്തിലും പ്രതിഷേധവും പ്രതിരോധവും ഉയർത്തുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. മറ്റു സംസ്ഥാനങ്ങൾക്ക് കൂടി മാതൃകയാകുന്ന തരത്തിലുള്ള നിലപാടാണ് കേരളം ഇക്കാര്യങ്ങളിൽ കൈക്കൊള്ളാറുമുള്ളത്. ഇതിൻ്റെയൊക്കെ പ്രതികാരം എന്ന രീതിയിൽ തന്നെയാണ് കേരളത്തിന് അർഹതപ്പെട്ട വായ്പ എടുക്കാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ ദൈനംദിന ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ, ക്ഷേമ പെൻഷൻ പോലും നൽകാൻ കഴിയാത്ത സാഹചര്യത്തിൽ, ശമ്പളമടക്കം വൈകുന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതിയിലേക്ക് സമീപിക്കേണ്ടി വന്ന സാഹചര്യം നമുക്ക് ഏവർക്കും ഓർമ്മയുണ്ട്. കേന്ദ്രം തുടരുന്ന ഈ അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമടക്കം ദില്ലിയിലടക്കം നടത്തിയ പ്രതിഷേധ സമരങ്ങളെക്കുറിച്ച് ഓർമ്മയുണ്ട്. അന്ന് കേരളത്തിന് പിന്തുണയുമായി എത്തിയത് കർണാടക മുഖ്യമന്ത്രി, ദില്ലി മുഖ്യമന്ത്രി, ജമ്മു കാശ്മീരിലെ ഫറൂഖ് അബ്ദുള്ള അടക്കമുള്ള നേതാക്കൾ ദില്ലിയിലെ ആ സമരവേദിയിൽ എത്തുകയും ചെയ്തു. ഒരേ സമയം നിയമത്തിന്റെ വഴിയിലും രാഷ്ട്രീയ പോരാട്ടത്തിന്റെ വഴിയിലും കേരളം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഇപ്പോൾ സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിനായി ഒരു പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തത്. വളരെ ബാലിശമായ വാദങ്ങളാണ് സുപ്രീം കോടതിയിൽ കേന്ദ്രം ഉന്നയിച്ചുകൊണ്ടിരുന്നത്. കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് മോശമാണെന്നും അത് രാജ്യത്തിന്റെ തന്നെ ധനസ്ഥിതിയെ തകിടം മറിക്കുന്നതാണെന്നുള്ള വാദങ്ങൾ. ഒപ്പം തന്നെ കേരളം ഈ കേസ് പിൻവലിച്ചു പോയാൽ ഉടനടി വായ്പ അനുവദിക്കാം എന്നതടക്കമുള്ള നിലപാടുകളും കേന്ദ്രം സുപ്രീം കോടതിയിൽ പറയുകയും ചെയ്തു. പക്ഷേ വളരെ കൃത്യമായ നിലപാടാണ് ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കപിൽ സിബൽ സുപ്രീം കോടതിയിൽ നിരത്തിയത്. കേരളത്തിന് അർഹതപ്പെട്ട വായ്പ ഭരണഘടന അനുശാസിച്ചിരിക്കുന്ന വായ്പ നിഷേധിക്കാൻ കേന്ദ്രത്തിന് കഴിയുകയില്ല. ഓരോ സംസ്ഥാനത്തിന്റെയും രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക വൈജാത്യങ്ങൾ ഉള്ളതുപോലെ തന്നെ അവിടുത്തെ സാമ്പത്തിക സ്ഥിതിക്കും വൈജാത്യങ്ങളുണ്ട്. കേരളം പോലെയുള്ള ഒരു ഉപഭോക്തൃ സംസ്ഥാനത്തിന് ധനക്കമ്മി നികത്താൻ നിശ്ചയമായും വായ്പ എടുക്കേണ്ടതുണ്ട്. ഈ വായ്പ നിഷേധിക്കുന്നത് സഹകരണ ഫെഡറലിസത്തെ തകർക്കുന്നതാണ് എന്നുള്ള വാദമാണ് പ്രധാനമായും കേരളം മുന്നോട്ട് വെക്കുകയും ചെയ്തത്. ഇത് സമർത്ഥമായി അവതരിപ്പിക്കാനും അത് കൃത്യമായി ബോധ്യപ്പെടുത്തുവാനും കഴിഞ്ഞു എന്നുള്ളതാണ് കേരളത്തിന്റെ വിജയം. കേന്ദ്രത്തെ ഭയപ്പെടുത്തുന്നത് മറ്റൊന്നുമല്ല. അവർ കോടതിയിൽ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിന് ഈ ആനുകൂല്യം ഇപ്പോൾ നൽകിയാൽ മറ്റു സംസ്ഥാനങ്ങൾ കേരളത്തിന്റെ ചുവട് പിടിച്ച് സുപ്രീം കോടതിയിലേക്ക് എത്തും, അത് വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ളതാണ്. അന്യായം കാണിച്ചാൽ നിയമവഴിയും രാഷ്ട്രീയ വഴിയും എന്ന രണ്ട് വഴികളുണ്ടെന്നും അതിൽ നിയമത്തിന്റെ വഴിയാണ് കേരളം തേടിയതെന്നും സുപ്രീം കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. രാജ്യത്തിനാകെ, മറ്റു സംസ്ഥാനങ്ങൾക്കാകെ മാതൃകയായ നിലപാടാണ് ഇക്കാര്യത്തിൽ കേരളം കൈക്കൊള്ളുകയും ചെയ്തത്. മോദി സർക്കാരിന്റെ വിരോധത്തിന്റെ കാരണം മറ്റൊന്നുമല്ല. രാജ്യത്ത് തന്നെ ഏതൊക്കെ തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധ നടപടികൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ആദ്യം ശബ്ദമുയർത്തുന്നത് കേരളമാണ്. പൗരത്വ നിയമ ഭേദഗതി അടക്കമുള്ള വിഷയങ്ങളിൽ നിയമസഭ പ്രമേയം പാസാക്കിയ സംസ്ഥാനമാണ് കേരളം. ഇങ്ങനെ രാജ്യത്ത് തന്നെ സംഘപരിവാര രാഷ്ട്രീയത്തിന് വെല്ലുവിളി ഉയർത്തുന്ന ഒരു സംസ്ഥാന സർക്കാരാണ് കേരളം എന്നുള്ളത് കൊണ്ട് തന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുക എന്ന നിലപാട് തന്നെയാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. സഹകരണ ഫെഡറലിസം എന്ന വാക്ക് പോലും അവർക്ക് നിഷിദ്ധമാണ്. അതവർക്ക് ഇഷ്ടപ്പെടാത്ത വാക്കാണ്. ഇവിടെയാണ് കേരളം പറയുന്നത് ഫെഡറലിസം എന്ന വാക്കും ഫിസ്ക്കൽ ഫെഡറലിസം എന്നുള്ളത് ഭരണഘടന അനുശാസിക്കുന്നതാണ് എന്നുള്ളത്. കേരളത്തെ ഇങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുമ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്നെന്ന് പാർലമെന്റിൽ ഒരു ശബ്ദമുയർത്താൻ പോലും കഴിഞ്ഞ തവണ കേരളത്തിൽ നിന്ന് പോയ 18 എംപിമാരും തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത. മാത്രവുമല്ല, കേരളം ഈ സമരമുഖം ദില്ലിയിൽ തുറന്നപ്പോൾ അതിനോടൊപ്പം സമരം ചെയ്യാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞ ഒരു പ്രതിപക്ഷ നേതാവ് കൂടി നമ്മുടെ സംസ്ഥാനത്തുണ്ട്. കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ വേറെ ആളെ നോക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് അന്ന് പറഞ്ഞത്. ഇപ്പോൾ സുപ്രീം കോടതി ഇത്തരത്തിൽ ഒരു പാക്കേജ് അനുവദിക്കുമ്പോൾ ഈ പ്രതിപക്ഷ നേതാവിന്, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? അവർ പറയുന്നതും BJP പറയുന്നതും ഒരേ സ്വരത്തിലാണ്. BJP പറഞ്ഞതും കേരളത്തിന്റെ ധനകാര്യ മിസ്മാനേജ്മെന്റ്, കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞതും ധനകാര്യ മിസ്മാനേജ്മെന്റ്. പ്രതിപക്ഷത്തോടാണ് ഒരു ചോദ്യം. കർണാടകയ്ക്കും ഇതുപോലെ 35,000 കോടിയിലേറെ രൂപയുടെ വായ്പാ വിഹിതം കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു. കർണാടകത്തിന് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാരും ഇതുപോലെ ധനകാര്യ മിസ്മാനേജ്മെന്റ് കാട്ടിയതാണോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത്. സുപ്രീം കോടതിയുടെ ഇടപെടലോടുകൂടി
3 വിഭാഗക്കാർക്ക് വലിയ തിരിച്ചടിയേറ്റിരിക്കുകയാണ്. അതിലൊന്ന് നിശ്ചയമായും കേന്ദ്ര സർക്കാർ തന്നെയാണ്. രണ്ടാമത് കേരളത്തിലെ പ്രതിപക്ഷമാണ്. മൂന്നാമത് കേരളത്തിലെ മാധ്യമങ്ങളാണ്. കേരളത്തിന് അർഹതപ്പെട്ടത് അനുവദിച്ച സാഹചര്യത്തിൽ കേരളത്തിന് ആശ്വാസം എന്ന തരത്തിലാണ് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത്. കേരളത്തിന് ആശ്വാസമല്ല, കേരളത്തെ ശ്വാസം മുട്ടിക്കുന്ന നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതി വലിയ തിരിച്ചടി നൽകുമ്പോൾ കേന്ദ്രത്തിന് തിരിച്ചടി എന്ന് കൊടുക്കാൻ തയ്യാറാകാത്ത മാധ്യമങ്ങളുടെ നിലപാട് കൂടി ഇവിടെ പരിശോധിക്കേണ്ടതാണ്. ആർക്കൊപ്പമാണ് മാധ്യമങ്ങളും ഈ പ്രതിപക്ഷവും നിലനിൽക്കുന്നത് എന്ന ഒരു ചോദ്യം കൂടി ഇവിടെ ഉയർന്നു വരികയാണ്. കേരളത്തിലെ ആബാലവൃദ്ധം ജനങ്ങൾക്കറിയാം, വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്രം കേരളത്തിന് മേൽ കൊണ്ടുവയ്ക്കുന്നുണ്ട്. അത് പരിഹരിക്കണമെങ്കിൽ ഈ അർഹതപ്പെട്ട വായ്പ കിട്ടിയേ തീരൂ. വായ്പ എടുക്കാൻ അനുവദിക്കാത്തതാണ് നിലവിലുള്ള പ്രതിസന്ധിക്ക് കാരണമെന്ന് ഏവർക്കും അറിയാവുന്ന കാര്യവുമാണ്. പക്ഷേ ഈ സത്യങ്ങളെ മൂടി വെച്ചുകൊണ്ട് അസത്യ പ്രചരണം നടത്തുന്ന പ്രതിപക്ഷവും ഒപ്പം തന്നെ മാധ്യമങ്ങളും വലിയ തരത്തിലുള്ള നീതികേടാണ് കേരള ജനതയോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കൂടി പറയാതെ വയ്യ.